അന്താരാഷ്ട്ര വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്ന ഖത്തർ ലോകത്ത് സംഭവിക്കുന്ന ഏത് വിഷയത്തിനും വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി നയതന്ത്ര നീക്കങ്ങളാണ് യഥാർത്ഥത്തിൽ നടത്താറുള്ളത്. അഫ്ഗാനിസ്ഥാനിൽ പതിറ്റാണ്ടുകൾ നീണ്ട ആഭ്യന്തരവും അല്ലാത്തതുമായ യുദ്ധങ്ങൾക്ക് ഒരു പര്യവസാനം ഉണ്ടാവുമെന്ന തീരുമാനത്തിന്റെ ഫലമായി നടത്തിയ ദോഹ ചർച്ചകൾ ചരിത്രത്തിൽ തന്നെ വലിയ ഇടമാണ് നേടിയത്. മികച്ച മധ്യസ്ഥനായി നേരത്തെ തന്നെ അറിയപ്പെട്ടിരുന്ന ഖത്തർ അഫ്ഗാൻ യഥാർത്ഥത്തിൽ പ്രതിസന്ധിയോടെയാണ് ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി മാറിയത്. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബറാക് ഒബാമയുടെ പിന്തുണയോടെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ താലിബാന്റെ രാഷ്ട്രീയകാര്യ ഓഫീസ് തുടങ്ങാൻ അനുവദിച്ചതാണ് ഖത്തറിനെ ആഗോള മധ്യസ്ഥൻ എന്ന പദവിയിലേക്ക് പ്രധാനമായും ഉയർത്തിയ ഘടകമെന്നത്. പ്രസ്തുത ചർച്ചകളാണ് അഫ്ഗാനിൽ നിന്നുള്ള സഖ്യസേനയുടെ പിന്മാറ്റത്തിനും ആഭ്യന്തര സംഘർഷങ്ങൾക്കും യഥാർത്ഥത്തിൽ തീരുമാനമാക്കിയത്. താലിബാൻ നേതാക്കളെയും അമേരിക്കൻ പ്രതിനിധികളെയും ദോഹയിൽ ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞത് മറ്റൊരു രാജ്യത്തിനും സാധ്യമാകാത്ത നയതന്ത്ര വിജയം തന്നെയാണെന്നതിൽ സംശയമില്ല. സുഡാനിൽ നടന്ന ആഭ്യന്തര കലാപത്തിന് അറുതിയുണ്ടായതും ദോഹ ചർച്ചയിലൂടെ തന്നെയായിരുന്നു. അമേരിക്ക തീവ്രവാദി സംഘടനയെന്ന് മുദ്ര കുത്തിയ ഹമാസിന്റെ പ്രവർത്തനക്രമം ദോഹയിലായിരുന്നു. ഒരേ സമയം മുസ്ലിം രാജ്യങ്ങളുമായും പാശ്ചാത്യ രാജ്യങ്ങളുമായും നല്ല ബന്ധം പുലർത്തുന്ന രാജ്യം കൂടിയാണ് ഖത്തർ. ഗാസ ആക്രമണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്രയേൽ സന്ദർശിച്ച അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ടെൽ അവീവിൽ നിന്ന് നേരെ പോയത് ദോഹയിലേക്കാണ്. മധ്യസ്ഥ ശ്രമങ്ങളിൽ ഖത്തറിലുള്ള സ്വാധീനം മനസ്സിലാക്കിയായിരുന്നു ഈ സുപ്രധാന നീക്കം. ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഗാസയിലെ ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കാൻ ഖത്തർ നടത്തിയ ഇടപെടൽ മറ്റൊരു ഉദാഹരണമായി കണക്കാക്കാം.